ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ കുട്ടിച്ചോപ്ര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഉത്തരാഖണ്ഡിലായിരുന്നു ഇത്ര ദിവസം. കാരണം ഞാൻ നാട്ടിൽ നിന്ന് റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ ഉത്തരാഖണ്ഡിലേക്കാണ് പോയത്, ഋഷികേശിലേക്ക്. കാരണം ഞാനൊരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യണമായിരുന്നു. അത് ഞാൻ പിക്ക് ചെയ്തു. പിക്ക് ചെയ്തിട്ട് ഞാൻ നേരെ ഇറങ്ങിയത് നേരെ ഹരിദ്വാർ പോയി. ഹരിദ്വാറിൽ നിന്ന് എനിക്ക് ഞാൻ മണാലിക്ക് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹിച്ചേക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ടൈം എടുക്കും. ടൈം എടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നുമല്ല, എനിക്ക് ഋഷികേശിൽ നിന്ന് എനിക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഉത്തരാഖണ്ഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് സ്കിപ്പാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചണ്ഡീഗഡിലേക്ക് വണ്ടി കയറി. ചണ്ഡീഗഡിൽ നിന്ന് നേരെ മണാലി കയറി. മണാലി എത്തി. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പിടിച്ച് ബസ്സൊക്കെ പിടിച്ച് ഒരു ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ എവിടെ എത്തി? ഞാൻ മണാലി എത്തി. മണാലിയിൽ സേത്തൻ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്, ഒരു കൊച്ചു വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നുമില്ല. ഒരു 5-6 വീട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു 5-6 ആൾക്കാർ, ഒരു 5-6 വീട്, ചെറിയൊരു വില്ല, അതേപോലെ ഹോം സ്റ്റേ, അങ്ങനത്തെ ചെറിയ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വില്ലേജുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു ഗ്രാമം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മൗണ്ടെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ വന്ന് വീണ് നിൽക്കുന്ന മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ സ്റ്റേ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റേ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അറിയില്ല. ഒന്നും പ്ലാനിങ് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ എനിക്ക് എവിടേക്കോ ഇവിടെ നിന്ന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ കയറി വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളൊക്കെയാണ്. പക്ഷെ എന്താ പറയുക, നമ്മൾ ആസ്വദിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഹാപ്പി ആയിട്ട് നമ്മൾ ആ ഒരു ട്രക്കിങ് നമ്മൾ എൻജോയ് ചെയ്യും. അത്രയ്ക്ക് എൻജോയ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലുള്ള ആൾക്കാർ, ഓരോ വീടുകൾ, കൊച്ചു എന്ന് വെച്ചാൽ പഴയ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകൾ, അത്ര നല്ല അടിപൊളി സ്ഥലം. പിന്നെ അത് അങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞ് കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു ലിഫ്റ്റൊക്കെ കിട്ടി, ചെറിയൊരു ലിഫ്റ്റ്. അപ്പോൾ അതെനിക്ക് കിട്ടി. അതിന് മുന്നേ വരെ ഞാൻ അത്രയും നേരം ട്രക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ നടന്ന് ആ പെയിൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. ആ പെയിന് വെച്ച് പറഞ്ഞിട്ട് ഞാനവിടെ സ്റ്റക്കാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 13 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഞാൻ ഇവിടേക്ക് കയറിയത്. പിന്നെന്താ, അവിടെ കയറി വന്നതും പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല പച്ചപ്പ്, അതേപോലെ മല, നല്ല രസമുള്ള വ്യൂകൾ കാണാൻ. പോരാത്തതിന് ഇവിടെ കയറി വരുമ്പോൾ തന്നെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുതിരകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആടിനെ കൊണ്ടൊക്കെ ആൾക്കാരിങ്ങനെ മേയിച്ച് നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ജീവിതശൈലിയും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ജീവിക്കാനുള്ളതും അങ്ങനെ ഓരോ കൃഷികളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. പിന്നെ ഇവറ്റങ്ങളുടെ കൂടെ ഒരു നായ്ക്കളുണ്ടാവും. ഈ നായ്ക്കൾ എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന പോലെയല്ല, ഭയങ്കര എന്താ പറയുക, അഗ്രസീവാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലികളൊക്കെ വരും രാത്രി. അപ്പോൾ പുലികളൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ മൃഗങ്ങളെ ഉപദ്രവിക്കും, പശു, ആട്, ഇതിനൊക്കെ അവർ കൊന്നു തിന്നും. അപ്പോൾ ഈ ഒരു നായ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നായ്ക്കൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരെണ്ണം മതി ഈ ഒരു പുലീനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും പവർ അത്ര ഇവിടുത്തെ ഈ നായ്ക്കൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ എണ്ണത്തിൻ്റെ നാട്ടിൽ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും. അന്ന് തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെയായി, ഇനിയിപ്പോൾ നോക്കണം അടുത്ത പ്ലാനിങ് എന്താണ്. അപ്പോൾ ഇതാണ് സേത്തൻ വില്ലേജിൻ്റെ ഭംഗി എന്ന് പറയണത്. ഇത് വില്ലേജല്ല, സേത്തൻ വില്ലേജ് കഴിഞ്ഞിട്ട് കുറച്ചൊരു പൊടിക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ അതൊക്കെ ഒന്ന് കാണാൻ കയറിയിട്ട് വന്നതാണ്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഈ മരം ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടൊന്ന് പോകാത്തത് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ 2-3 പരുന്തുകൾ ഇങ്ങനെ ചുറ്റി പറക്കുന്നുണ്ട്. ഇനി പിന്നെ വാങ്ങിച്ച് കൊണ്ടുപോകാനാണോ എന്തിനാണോ എന്ന് അറിഞ്ഞൂടാ. ഇതേ കണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ ആ ഒരു സൈഡിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പാർവതി വാലി അങ്ങനെ എന്തോ വലിയ പ്രോഗ്രാം ആണ്, നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ തൽക്കാലം ഇന്നിപ്പോൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ച് ഇതാണിപ്പോൾ ഇവിടുത്തെ വൈബ്. അപ്പോൾ നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങിയാലോ. എടുത്തു ബ്രെഡ് ഉണ്ട് കേട്ടോ, മാഗി, കുക്കിംഗ് പാത്രം,
പിന്നെന്താ സ്പൂണ്, ഗ്ലാസ് ഉണ്ട്. വെള്ളം കുപ്പി ഞാൻ അവിടെ വെച്ച് മറന്നു. ആകെ തന്നെ ഉള്ളൂ. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് അപ്പം എൻ്റെ കുക്കിംഗ് സ്റ്റൗവ്. സ്റ്റവ് എടുത്തു. ഇതാണ് പിന്നെ ഗ്യാസ്. ഇത് ഇങ്ങനെ വെച്ചിട്ടേ ഓക്കെ. നല്ല ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യട്ടെ, ഒന്ന് ഓഫ് ചെയ്യുന്നേ. അപ്പോൾ ഗ്യാസും കാര്യങ്ങളൊക്കെ കത്തിച്ച് കത്തുന്നുണ്ടാ? ആ അത് വേണം. ഓ ഷിറ്റ്, ഞാൻ സെപ്പറേറ്റ് പാക്കാവുന്ന വിചാരിച്ചു. പക്ഷെ ഇതൊക്കെ ഒരുമിച്ചാ. മസാല ഇട്ട് നൈസായിട്ട് ഏതോ ഒരു ഭാഗത്ത് നിന്ന് കാറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാറ്റ് വരുന്നുണ്ട് ഈ കെടുപോകാൻ ചാൻസ് ഉണ്ട് തോന്നണു. നോക്കട്ടെ എന്തായാലും. സോറി. അപ്പോൾ മാഗി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്, ബ്രെഡ്. രണ്ടും കൂടി ഇട്ടിട്ടൊരു പിടപിടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാഗി ആവുന്നു കേട്ടോ. ഇനി 2 മിനിറ്റും കൂടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കുന്നത് കാണാം. കാറ്റടിക്കുന്നതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് കണ്ടോ. ഒക്കെ വെച്ചിട്ട് നിൽക്കണം കോട്ടൊക്കെ. അപ്പോൾ ഇനി മാഗി സെറ്റാക്കാം. ഇനി ഇത് ഇന്നത്തെ രാത്രിത്തെ ഫുഡാണോ അതോ ഇപ്പോഴത്തെ ഫുഡാണോ ഒന്നും അറിയില്ല. ഇതിന് കഴിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, മാഗിയും ബ്രെഡും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കുക. കാരണം വയറ് നിറയ്ക്കണമല്ലോ. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഇനി ഇത് കഴിച്ചിട്ടാവും ബാക്കി പരിപാടികൾ. ഓക്കെ. കൊള്ളാട്ടോ, കൊള്ളാം. കാണുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂടുണ്ട്, പക്ഷെ എന്താ അറിയോ, പടയേതന പറഞ്ഞ ചൂടാറും. ഇപ്പോൾ സ്വിച്ച് ഇട്ട പോലെ ചൂടാറും. അതാ പ്രശ്നം. അതാ വേഗം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ചായിട്ടാണ്. ഓക്കെ, ബൈ.